നമസ്കാരം, BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ഫെബ്രുവരി 23 വാഴത്തോപ്പിൽ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ദേശീയ സ്കൂൾ കായികമേളയിൽ മികച്ച വിജയം കൈവരിച്ച കായിക താരങ്ങൾക്ക് വണ്ണപ്പുറത്ത് സ്വീകരണം നൽകി. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് സ്വീകരിക്കുവാൻ ഓഫീസുകളില്ലാത്ത എല്ലാ പഞ്ചായത്തുകളിലും കളക്ഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവകാശ സംരക്ഷണ സമര പ്രചരണ വാഹനജാഥ 9, 10 തീയതികളിൽ ഇളന്തേശം, തൊടുപുഴ മേഖലകളിൽ പര്യടനം നടത്തും. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം നടത്തി. സെഷൻസ് ജഡ്ജി മുഹമ്മദ് വസീം ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ഫെബ്രുവരി 23 വാഴത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുമെന്ന് PT തോമസ് MP, ജില്ലാ കളക്ടർ E ദേവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാറ്റിവെച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി 23 തീയതി ആരംഭിക്കുകയാണ്. രാവിലെ 9:30 മുമ്പായി ഉദ്ഘാടനം നിർവഹിച്ചു കഴിയും എന്നാണ് തീരുമാനിക്കുന്നത്. വേദിക്ക് തൊട്ടടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് വേണ്ടി പ്രത്യേക എൻക്ലോഷറുണ്ട്. ഒരു വശത്തായി ജില്ലയിലെ മുഴുവൻ ജില്ലാ ഓഫീസർമാർക്ക് പ്രത്യേക എൻക്ലോഷറുണ്ട്. അതുപോലെ തന്നെ വികലാംഗർക്ക് മാത്രമായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സുകളും നടക്കുന്നുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൗണ്ടറുകൾ പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ ഇടയിട്ട് വാഹന സൗകര്യം ഉണ്ടാവും പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലേക്കും. ജനങ്ങളുടെ സൗകര്യാർത്ഥം 2000 അപേക്ഷകൾ വീതമുള്ള 18 കൗണ്ടറുകൾ സജ്ജീകരിക്കും. ഭൂമി സംബന്ധമായ പരാതികളിൽ ഉടൻ പരിഹാരം കാണാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരം പരാതിക്കാർ എത്തേണ്ടതില്ല. പുതിയതായി പരാതികൾ നൽകുവാനും അന്ന് സൗകര്യമുണ്ടായിരിക്കും. പുതിയ പരാതിക്കാർ ഉച്ചകഴിഞ്ഞ് എത്തിച്ചേർന്നാൽ മതിയാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PS രാജശേഖരൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ പോസ്റ്റൽ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റൽ എംപ്ലോയീസ് യൂണിയന്റെ 15ാം വാർഷിക സമ്മേളനം തൊടുപുഴ P&T സൊസൈറ്റി ഹാളിൽ നടന്നു. പ്രസിഡന്റ് AV ജോസ് അധ്യക്ഷത വഹിച്ചു. സർക്കിൾ സെക്രട്ടറി MS സാബു ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ലോട്ടറി അടിച്ചെന്ന് പറയുമ്പോൾ തപാൽ വകുപ്പിനെ മാറ്റി ഒരുപാട് പുതിയ കുട്ടികൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ ഇതിന്റെ ഗുണം കിട്ടിയ ആളുകൾ വേദനയിലുള്ള വളരെ കുറച്ച് ആളുകളല്ലോ, കാരണം ഈ റിക്രൂട്ട്മെന്റ് ഏരിയയിലല്ലോ. അപ്പൊ വലിയ തോതിൽ ആനുകൂല്യങ്ങൾ നൽകിയത് പ്രചരിപ്പിക്കുക. 2 വർഷം ഒരു ലീവ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാതെ 730 ലീവ് കൊടുത്ത് അത് എവെയിൽ ചെയ്യാൻ ആളില്ല സ്ഥിതി. അപ്പോൾ ഒരുപാട് ഓഫീസുകളുണ്ടല്ലോ, അവിടെയൊക്കെ തന്നെ ശരാശരി പ്രായം 50 വയസ്സാണ്. മുഖ്യാതിഥിയായി M ദാമോദരൻ പങ്കെടുത്തു. ബ്രാഞ്ച് സെക്രട്ടറി സജീവൻ പ്രസംഗിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച NFP നേതാക്കളായ K സോമൻ, MK അബ്ദുൽ വഹീം, ജോർജ് T കുന്നേൽ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. മോറാൻ മോർ ഇഗ്നത്തിയോസ് ഏലിയാസ് തൃതീയൻ പാർത്രിയാർക്കീസ് ബാവയുടെ 80ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന മഞ്ഞനിക്കര തീർത്ഥയാത്ര തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും പുറപ്പെട്ടു. ഫാദർ ജോയി പാർനാൽ, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, DCC പ്രസിഡന്റ് റോയ് K പോലോസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം സാജിൻ നദീശാല തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ സ്കൂൾ കായികമേളയിൽ മികച്ച നേട്ടം കൈവരിച്ച വണ്ണപ്പുറം SNM VHSSലെ കുട്ടികൾക്ക് വണ്ണപ്പുറത്ത് സ്വീകരണം നൽകി. മെർച്ചന്റ്സ് അസോസിയേഷന്റെയും സഹകരണ ബാങ്കിന്റെയും നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗെയിംസ് ലുധിയാനയിൽ ഈ കഴിഞ്ഞ മാസം നടന്നപ്പോൾ ഇന്ത്യൻ കായിക ലോകം ഉറ്റുനോക്കിയതാണ് ജാനുവരി 18 മുതൽ 24 വരെ ലൂധിയാനയിൽ നടന്ന മത്സരം. ലൂധിയാന കായിക പ്രേമികളുടെ സ്വപ്നഭൂമിയാണ്. പഞ്ചാബികളുടെ പ്രത്യേകത തോമസാവിനെ പോലെ ദേശീയ മത്സരം പലപ്പോഴും പോകുന്നവർക്ക് അറിയാം. പഞ്ചാബിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ഒന്നുകിൽ പട്ടാളക്കാരൻ അല്ലെങ്കിൽ അറിയപ്പെടുന്ന കായിക താരമായിട്ടാണ് വരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് അധ്യക്ഷത വഹിച്ചു.
മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PA രാജേഷ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് KM സോമൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെഹറുനിസ ജാഫർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS സിദ്ധാർത്ഥൻ, സണ്ണി കളപ്പുര, ജേക്കബ് ജോൺ, മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി ജോർജ്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, മനോജ് P. കുമാർ, MS പുഷ്പലത, KP തോമസ്, KV സുദർശനൻ, MB ജോണി, ഗീത രവി തുടങ്ങിയവർ പ്രസംഗിച്ചു. PT തോമസ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2 ലക്ഷം രൂപ കൊണ്ട് നിർമ്മിച്ച കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം PT തോമസ് നിർവഹിച്ചു. ഈ സ്കൂളിലെ 2000-ൽ പരം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെറിയൊരു തുക നൽകാൻ കഴിഞ്ഞുള്ള ചാരിതാർത്ഥ്യത്തോടെയാണ് നിൽക്കുന്നത്. 30 കുട്ടികളുള്ള സ്ഥലത്ത് കമ്പ്യൂട്ടർ വളരെ കുറവാണെന്ന് പറഞ്ഞത് സത്യമാണ്. എല്ലാവരും നന്നായി കമ്പ്യൂട്ടർ പഠിക്കണം. സ്മാർട്ട് ക്ലാസുകൾ തന്നെ വേണം. അതിനാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ പ്രശ്നം ഉന്നയിച്ചു. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും അറിയിക്കട്ടെ, ഇന്ത്യയിലെ മുഴുവൻ സ്വകാര്യ സ്കൂളുകൾക്കും കേന്ദ്ര ഗവൺമെന്റ് കമ്പ്യൂട്ടർ എടുക്കാൻ ഉത്തരവായിട്ടുണ്ട് എന്ന സന്തോഷകരമായ കാര്യം നിങ്ങളെ അറിയിക്കുന്നു. അതിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ജോസഫ് ജോൺ, റവർ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ, സിബി ദാമോദരൻ, വത്സമ്മ എബ്രാഹിം, പോൾ കുഴിപ്പള്ളിൽ, മാത്യു സ്റ്റീഫൻ, ജോളി അഗസ്റ്റിൻ, റോസ്ലി ജോസഫ്, KL സണ്ണി, MR ഉദയൻ, അജിത് വിജയൻ, രഹന ഇല്യാസ്, AN ദിലീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈദ്യുതി ചാർജ് അടയ്ക്കാൻ സൗകര്യമില്ലാത്ത ഗ്രാമപഞ്ചായത്തുകളിൽ കളക്ഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. രാജാക്കാട് വൈദ്യുതി സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഏതായാലും ഇടുക്കി ജില്ല KISBയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ജില്ലയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. PT തോമസ് MP, DCC പ്രസിഡന്റ് റോയ് K. പോലോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വെങ്ങല്ലൂർ ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കാരിക്കോട് ശ്രീ മൂകാംബിക നാട്യകലാ ക്ഷേത്രത്തിലെ വർഷദാസും സംഘവും അവതരിപ്പിച്ച നൃത്യനൃത്യങ്ങൾ അരങ്ങേറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇളംദേശം തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായി നടത്തുന്ന അവകാശ സംരക്ഷണ സമര പ്രചരണ വാഹനജാഥ ഫെബ്രുവരി 9, 10 തീയതികളിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാര മേഖലയെ, പ്രത്യേകിച്ച് ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ കുത്തകം പ്രതികൂലമായി ബാധിക്കുന്ന വിദേശ കുത്തക ഭീമന്മാരുടെ കടന്നുകയറ്റം അടക്കം വിവിധ ലൈസൻസ് ഫീസുകളുടെ അമിത വർധനവ്, കെട്ടിട നികുതി, തൊഴിൽ നികുതി, പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ FSSA അപാകതകൾ. വ്യാഴാഴ്ച രാവിലെ 9 വഴിത്തലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ വൈകുന്നേരം 5 മൂലമറ്റത്ത് സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ 10 വണ്ണപ്പുറത്തു നിന്ന് ആരംഭിക്കുന്ന ജാഥ വൈകുന്നേരം 5:30 തൊടുപുഴയിൽ സമാപിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ സുബൈർ S, മുഹമ്മദ്, ജോസ് വഴുതനപ്പള്ളി, NP ചാക്കോ, K കലേഷ്, ജോണി കുഴികണ്ടത്തിൽ, R രമേശ്, തങ്കച്ചൻ കോട്ടയ്ക്കകത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബാംഗ്ലൂരിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ നഴ്സിംഗ് വിദ്യാർത്ഥിനി പന്നൂർ കരിമ്പനച്ചാലയിൽ ദിവ്യയുടെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കരിമണ്ണൂരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. യോഗത്തിൽ PT തോമസ് MP ഏതായാലും ഇന്ന് ഒരു കടകഥ പോലെ ഈ കുട്ടി നമുക്ക് കാണാൻ കഴിയാത്ത ദൂരത്ത് ഇരിക്കുകയാണ്. ആ കുട്ടി ജീവിച്ചിരിക്കുന്നു എന്ന ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഈ മീറ്റിംഗ് കൂടുന്നത്. തീർച്ചയായും ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ എന്ന ചൊല്ലുപോലെ ഒരിക്കലും ഇല്ലാത്തതിനേക്കാൾ ഭേദമാണ് എപ്പോഴെങ്കിലും ഉള്ളത്. ഇപ്പം താമസിച്ചാണെങ്കിലും 5 വർഷം കഴിഞ്ഞും നമ്മളൊരു പുതിയ പുറപ്പാടിന് തയ്യാറാവുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സംഘടനകളുടെയും പ്രവർത്തകർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി, വാർഡ് മെമ്പർ AN ദിലീപ് കുമാർ, വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് സാബു എബ്രാഹിം, KJ തോമസ്, ജെയ്സൺ ചെമ്പോട്ടിക്കൽ, KK രാജൻ, രാജു കൊന്നനാൽ, NR ശിവരാമൻ, MS നാരായണൻ നായർ, NK ഇല്യാസ്, വത്സമ്മ എബ്രാഹിം, ജോളി അഗസ്റ്റിൻ, CP രാമചന്ദ്രൻ, സണ്ണി എബ്രാഹിം, ജോൺ ജോസഫ്, ഐസക് വർഗീസ്, N സദാനന്ദൻ, സുശീല ചന്ദ്രൻ, സലോമി വർഗീസ്, ഗൗരി സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരി
കൊല്ലത്തെ CPI സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാകയും വഹിച്ചുള്ള ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. ആ സഖാവിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് രക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ട് AITC സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPIയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറും നാഷണൽ കൗൺസിൽ മെമ്പറുമായിട്ടുള്ള സഖാവ് കാനൻ രാജേന്ദ്രനിൽ നിന്നാണ് ഞങ്ങൾ ഈ പതാക ഏറ്റുവാങ്ങിയത്. അതിനുശേഷം കോഴിക്കോട്, കാസർഗോഡ് ജില്ല, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകൾ കഴിഞ്ഞാണ് എറണാകുളത്ത് ഇന്നലെ വൈകുന്നേരം പരവൂരിലെത്തിയത്. അത് കഴിഞ്ഞ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുക. അഭൂതപൂർവമായ ജനങ്ങളുടെ പങ്കാളിത്തം എല്ലാ സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം PK പുരുഷോത്തമൻ നായരുടെ അധ്യക്ഷതയിൽ PK കൃഷ്ണൻ, E ചന്ദ്രശേഖരൻ, PK സമദ്, ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. PP ജോയ് സ്വാഗതവും PK സോമൻ നന്ദിയും പറഞ്ഞു. കൂത്താട്ടുകുളം ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 8-ന് വൈകുന്നേരം കൂത്താട്ടുകുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന ഫ്രെഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജിംഖാന തൃശൂർ, സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തുടങ്ങി 16ഓളം ടീമുകൾ പങ്കെടുക്കും. ടൂർണമെന്റിന്റെ വിജയത്തിനായി 151 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. E ഇല്യാസ്, T സനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം തൊടുപുഴയിൽ നടത്തി. അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി മുഹമ്മദ് വസീം കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നവരെയും മറ്റുമാണ് സാധാരണ പിടിക്കുക, അന്വേഷിക്കുക, ചാർജ് ചെയ്യുക. ഇതൊക്കെയാണ് സാധാരണ എക്സൈസുകാർ ചെയ്യുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും യാതൊരു ഫലവും കാണാത്ത ഒരവസ്ഥയാണ് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം കേസ് പിടിച്ചിട്ട് പോലും ഈ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ വയലേഷൻ, അതിനെതിരായിട്ടുള്ള നിയമനിഷേധങ്ങളും വളരെയധികം കൂടുന്നതിനനുസരിച്ച് സർക്കാർ. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CM ഷാനവാസ്, മുനിസിപ്പൽ കൗൺസിലർ സുബൈദ സയ്യിദ് മുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടങ്ങിയവർ നേതൃത്വം കൊടുക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണ കൂട്ടയോട്ടം ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരികയാണ്. ലോകത്തുള്ള ഏത് മാലിന്യവും തള്ളുവാൻ തയ്യാറായി ഒരു നഗരസഭ. തൊടുപുഴ നഗരസഭയെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. തൊടുപുഴയിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ മാർഗമില്ലാതെ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിൽ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ബിവറേജസ് ഡിപ്പോകളിലെ കാലാവധി കഴിഞ്ഞ മദ്യം നശിപ്പിക്കുവാനും തൊടുപുഴയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒളമറ്റത്തുള്ള ഡിപ്പോ വളപ്പിലാണ് കഴിഞ്ഞ 2 ദിവസമായി മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന റോഡിനോട് ചേർന്നും പുഴയോട് ചേർന്നുമാണ് മദ്യം ഒഴുക്കുന്നത്. മദ്യം പുഴയിൽ കലരുവാൻ സാധ്യതകൾ ഏറെയാണ്. എന്നാൽ കേടായ മദ്യം ഇവിടെ തള്ളുന്നതിനെതിരെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ കാര്യമായി പ്രതികരിക്കാത്തതിൽ ദുരൂഹതയുണ്ട്. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന വെള്ളം ദുർഗന്ധം മൂലം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി. ഇവിടേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന കിണറിന് സമീപത്തെ ഓടയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് പ്രശ്നമായിരിക്കുന്നത്. 2 ആഴ്ചയോളമായി ദുർഗന്ധം വമിക്കുന്ന ജലമാണ് ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത്. നാടെങ്ങും ആരോഗ്യ ബോധവൽക്കരണം നടത്തി വരുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളം പോലും നല്ല രീതിയിൽ ലഭിക്കുന്നില്ല എന്നത് ഈ ആതുരാലയത്തിന്റെ കെടുകാര്യസ്ഥിതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതേസമയം പ്രശ്നം പരിഹരിച്ചതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുഷമ BBC ന്യൂസിനോട് പറഞ്ഞു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് എം വീണ്ടും സമരം തുടങ്ങി. മുല്ലപ്പെരിയാർ സമരപന്തലിൽ റോഷി അഗസ്റ്റിൻ MLAയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കൾ ഉപവാസം അനുഷ്ഠിച്ചു. ബുധനാഴ്ച മുതൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം നടത്തുന്നത്. കേരള കോൺഗ്രസ് നേതാക്കളായ മന്ത്രിമാരായ KM മാണിയും PJ ജോസഫും ബുധനാഴ്ച മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. പ്രധാനമന്ത്രിയുമായി കണ്ട ഓൾ പാർട്ടി ഡെലിഗേഷന് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയെ മാനിച്ച് ശക്തമായ സമരപരിപാടികളിൽ നിന്ന് മാറി നിൽക്കണം, ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ചർച്ചയ്ക്ക് വേദിയൊരുക്കാനൊരു അവസരം ഒരുക്കണം, ആ നിലയിലുള്ള ഒരു അഭ്യർത്ഥന മാനിക്കാൻ എല്ലാ പാർട്ടികളും തയ്യാറായ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയും താൽക്കാലികമായി ശക്തമായ സമരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ പന്തലിൽ ധാർമ്മികമായ പിന്തുണയോടുകൂടി പ്രാദേശിക ഘടകങ്ങൾ വരികയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു വരുന്നു. ക്രൈസ്തവരെ അവഹേളിക്കുവാനുള്ള CPMന്റെ ബോധപൂർവമായ നീക്കമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമെന്ന് AKCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം പറഞ്ഞു. തൊടുപുഴയിൽ BBC ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യേശുക്രിസ്തുവിനെ വിപ്ലവകാരിയായി ചിത്രീകരിക്കുക, വിശുദ്ധ അന്ത്യത്താഴ വിരുന്നിനെ വികലമായി ചിത്രീകരിക്കുക, ഇതെല്ലാം ഇന്ന് വിശ്വാസികളിൽ വളരെയേറെ വേദന ഉളവാക്കിയിട്ടുണ്ട്. യേശുക്രിസ്തു CPMന്റെ ദേശീയ സെക്രട്ടറിക്ക് തുല്യനാണ്
ഇല്ലെങ്കിൽ ദേശീയ സെക്രട്ടറി യേശുക്രിസ്തുവിന് തുല്യനാണെന്നുള്ള വിശേഷണം മുതൽ